ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കണു. കുറേ നാളായില്ലേ. അപ്പം ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ല എന്ന് തോന്നും, അല്ലെങ്കിൽ നമുക്ക് ചേരില്ല എന്ന് തോന്നും. പക്ഷേ നമ്മളത് നമ്മളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക അത് ചേരുമോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ പണ്ട് പൊട്ടൊന്നും തൊടൂലായിരുന്നു. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10ാം ക്ലാസ് ആ സമയത്തൊക്കെ ഒക്കെ ഉള്ള അമ്പലത്തിൽ പോകുന്ന ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ കുറികൾ തൊടുമായിരുന്നു. അന്നേരം പിന്നെ തലവേദനയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് പിന്നെ പൊട്ടൊന്നും തൊടൂലായിരുന്നു. കുറേ നാൾ പൊട്ടൊന്നും തന്നെ തൊടൂലായിരുന്നു ഇങ്ങനെ. പിന്നീട് ഒരാൾ പറഞ്ഞു, നീ പൊട്ട് തൊട്ടാൽ നല്ലതാ മഞ്ജു, അതുകൊണ്ട് നീ തൊടുന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പൊട്ട് തൊട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ തൊട്ടു. അവൾ പറഞ്ഞു, നീ പൊട്ട് തൊട്ടാൽ നല്ലതാ, അതുകൊണ്ട് നീ എല്ലാ ദിവസവും പൊട്ട് തുറന്നോട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെയൊരു പൊട്ട് തൊട്ട് തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ആ പൊട്ട് തൊട്ടില്ലായിരുന്നു. അത് വേറെ ഇല്ല, എൻ്റെ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട ചങ്ക് എന്നൊക്കെ പറയാം. ചെറുപ്പം മുതലേ എൻ്റെ കൂടെ ഉള്ള ഒരാൾ ഇപ്പോഴും കൂടെയുണ്ട്. കൂടെ കുറച്ച് പേര് ഉണ്ട് നമ്മുടെ കൂടെ, എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും അറിയാനും പറയാനും ഒക്കെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന കുറച്ച് പേര് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതിലൊരാളാണ്, ആക്കടെ പേര് സൂര്യ. പുള്ളിക്കാരിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും അവളെക്കുറിച്ച്. ഇന്ന് അവളെക്കുറിച്ച് പറയാമെന്ന് ഓർത്തു, അതുകൊണ്ട് ഞാൻ ഈ ശിങ്കാർ എടുത്തത്. അപ്പം സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയുന്ന ആൾക്കാരും അവളറിയുന്ന ആൾക്കാരും ഒക്കെ ആണെങ്കിൽ, എന്നെ അറിയുന്ന ആൾക്കാർ അവളറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൂടി കടന്നു പോയി ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തരണം ചെയ്ത് പോകുന്ന ഒരാളാണ് അവൾ. അപ്പം അവൾക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരെ അവളുടെ കൂടെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല അവൾ ജീവിക്കണം. പക്ഷെ ഒരു മനക്കെട്ടി എന്തോ അവളെ കണ്ടിട്ടായിരിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ലൈഫിനോട് മനക്കെട്ടി. എൻ്റെ ലൈഫിൽ വന്ന പല സാഹചര്യങ്ങളിലും എനിക്ക് ധൈര്യം തരാനും, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരാനും ഒക്കെ കാരണം അവളെ കണ്ടായിരിക്കണം മേ ബി. അപ്പോൾ ചില കാര്യങ്ങൾ, അവളുടെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഒരാളെ പറ്റി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടുപഠിച്ചത് അവളിൽ നിന്നായിരിക്കണം എന്നെനിക്ക് തോന്നി. അപ്പം അവൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, നീ വീഡിയോ എടുക്കണ്ട. അന്ന് ഞങ്ങൾ 3 പേരാണ് ശരിക്കും പറഞ്ഞാൽ സെറ്റായിട്ട്. അപ്പം അതിൽ ഒരാളാണ് സൂര്യനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പ്രശ്നങ്ങളും കൂടെയും ദാമ്പത്യത്തിലും അവളുടെ ലൈഫിലും കടന്നു പോകുന്ന പ്രശ്നങ്ങൾ അധികമാണ്. അപ്പം അവൾ പറയുന്ന അവൾക്കടുത്ത് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എനർജി പിടിക്കും. കാരണം അവൾ പറയുന്നത് അതുപോലുള്ള കാര്യങ്ങളാണ്. ചിലരുടെ അടുത്ത് നമുക്ക് ഫ്രണ്ട്സുകൾ ഒരുപാടുണ്ടാവാം, പക്ഷേ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ എങ്കിലും ചിലരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോവും. എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട് ഇതുപോലെ. അവളുടെ ദാരിദ്ര്യം പറച്ചിൽ കഴിഞ്ഞിട്ട് എൻ്റെ ദാരിദ്ര്യം പറയാൻ എനിക്ക് സമയമില്ല. അതുപോലെ ദാരിദ്ര്യം പറഞ്ഞു കളയും. അതില്ല ഇതില്ല, എനിക്ക് ഇന്ന പ്രശ്നമാണ്,
എനിക്കവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഇവളെ വിളിച്ചത് ഏത് സമയത്താണോ എന്ന് വരെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ചിലരോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വേറൊരു ഫ്രണ്ടുണ്ട്, സൂര്യ അല്ലാതെ വേറൊരു ഫ്രണ്ടുണ്ട്. ആളുടെ പേര് പറയുള്ള ആളുടെ പേരെന്ന് വെച്ചാൽ നമ്മൾ അത് വല്ലപ്പോഴും നമ്മളുടെ അടുത്ത് സംസാരിക്കാറുള്ളൂ. ഒരുപാട് നേരം സംസാരിക്കും. അതായത് ഒരു 3-4 മാസം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ആൾ സംസാരിക്കാനിരിക്കുക. ആ ആൾ സംസാരിക്കുന്ന സമയത്ത് ഇത്ര സമയം എല്ലാ ദിവസവും നമ്മൾ ഫോണിൽ വിളിച്ച് ഒരു ഫ്രണ്ട് നമ്മുടെ അടുത്ത് സംസാരിക്കണമെന്നില്ല. ആ പറയുന്ന കാര്യങ്ങൾ എപ്പോഴാണോ നമ്മുടെ അടുത്ത് സംസാരിക്കണേ ആ പറയുന്ന കാര്യത്തിന് ക്വാളിറ്റി ഉണ്ടായാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ആ ആൾ ഫോൺ വിളിക്കാം. വിളിച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇതുപോലെ തന്നെ ഭയങ്കര പോസിറ്റീവാണ്. നമ്മളെ അങ്ങോട്ട് ഒരുപാട് സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തും. കുറച്ചും കൂടി ഭംഗിയായിട്ട് നടക്കാൻ നമ്മൾ നോക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മുടെ മേ ബി നമ്മുടെ ചെറിയ മുഖത്തുകുരു, അല്ലെങ്കിൽ ചെറിയ കണ്ണിലെ നമ്മുടെ പീലി, ഇതൊക്കെ നമ്മളത് ഒന്ന് വേറെ ആൾ പറഞ്ഞു തരുമ്പോഴാണ് നമ്മളിതൊക്കെ ശ്രദ്ധിക്കുക, എൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പം അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുക, നമ്മൾ ഇന്ന കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മളെ തന്നെ സ്നേഹിക്കും. അങ്ങനെ ഒരു ഫ്രണ്ടുണ്ട്. ആൾ സംസാരിക്കണം, എല്ലാ ദിവസവും ഒന്നും സംസാരിക്കില്ല, പക്ഷെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടേക്കായിരിക്കും സംസാരിക്കുക. ആ സംസാരിക്കണ ടൈം ഒരു 3-4 മണിക്കൂർ ഉണ്ടാവും. ആ 3-4 മണിക്കൂർ എന്ന് പറയുന്ന സമയം വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനം കിട്ടും. അതായത് നമുക്കൊരു 5-6-7 മാസത്തേക്ക് ജീവിക്കാനുള്ള സാധനം പറഞ്ഞു തരും. അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് നമുക്ക് ആസ്വദിക്കാനുള്ള സാധനം പറഞ്ഞു തരും. കാരണം നമ്മൾ തന്നെ സ്നേഹിക്കും. അപ്പോൾ ഫ്രണ്ട്സുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഫ്രണ്ട്സും ഈ പറഞ്ഞതുപോലെ നമുക്ക് പോസിറ്റീവ് തരുന്ന ആൾക്കാരുണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും സംസാരിക്കുകയൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അതായത് നമ്മുടെ ഫോണിൽ തന്നെ നോക്കുക. നമ്മളൊരു യാത്രയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുന്നു, നമ്മുടെ ബസ്സിൽ ഇരിക്കുന്ന ടൈമിങ്ങിൽ നമ്മുടെ ഫോണിൽ ഒരു 10-500 കോണ്ടാക്റ്റ് ലിസ്റ്റിൽ എല്ലാവരും കാണും. പക്ഷേ ആ സമയത്ത് നമ്മൾ ആരെ വിളിക്കാണ്ടാവില്ല. കാരണം ഒന്ന് വിളിച്ചു നോക്കിയേ, നിങ്ങൾ തന്നെ വിളിച്ചു നോക്കണം. ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് ഇന്നയാൾ ഹലോ എന്താ വിളിച്ചതെന്ന് ചോദിക്കും. എടി ഞാൻ വെറുതെ ചുമ്മാ സംസാരിക്കാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പറയുന്നത് അയ്യോ എനിക്ക് സമയമില്ലടി, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിക്കാം, അല്ലെങ്കിൽ നിന്നെ വൈകിട്ട് വിളിക്കാട്ടോ എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും അധികം. ചിലർ മാത്രമാണ് എന്നാൽ പറയടി നീ സംസാരിക്കേ കേൾക്കാം എന്ന് പറയുന്ന കുറച്ച് പേരുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ ഒരു 10,000 പേരുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അടുത്ത ടൈമിൽ നമുക്ക് സംസാരിക്കാനും അത് കേൾക്കാനും ഒക്കെ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വളരെ വളരെ വലിയ കാര്യമാണ്. അപ്പം എപ്പോഴാണെങ്കിലും നമ്മൾ കേൾക്കാനും നമുക്ക് പറയാനും ഒരാളുണ്ടാവുക എന്നുള്ളത് അടിപൊളിയാണ്. അതാരും ആയിക്കോട്ടെ, അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ. അപ്പോൾ അത് നമ്മൾ പറയുന്നത് കേൾക്കാനും അവർ പറയുന്നത് കേൾക്കാനും നമുക്ക് മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞതുപോലെ തന്നെ സംസാരിക്കാൻ സമയമല്ല, സമയത്തേക്കാൾ കൂടുതൽ അവർക്ക് നമ്മൾ കേൾക്കാനും പറയാനും ഒക്കെ ഉള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്
വലിയ കാര്യം. അതെനിക്കിപ്പോൾ ഇവിടെ പറയണമെന്ന് തോന്നി. സൂര്യയുടെ കേസ് അതുകൊണ്ടാട്ടോ പറയാം. താങ്ക് യു സൂര്യ. ഓക്കെ.